നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ചരിത്രത്തിലാദ്യമായി വിവാഹവേദിയാകാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ഭവൻ. ആരുടെയാണ് വിവാഹം? ആരാണ് വരൻ? ആരാണ് വധു? രാഷ്ട്രപതിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ആരുടെയെങ്കിലും ആണോ വിവാഹം? ഇനി സുഹൃത്തുക്കളുടേതാണോ എന്നടക്കമുള്ള പലതരത്തിലുള്ള കൗതുക ചോദ്യങ്ങളും ഉയരുകയാണ്. രാഷ്ട്രപതി ഭവനിൽ ഇത്തരത്തിൽ വിവാഹ മംഗളങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ വിവാഹ ആഘോഷങ്ങളൊക്കെ തന്നെ നടക്കാമോ എന്നടക്കമുള്ള സംശയങ്ങളും ഉണ്ട്. എന്തായാലും രാഷ്ട്രപതി ഭവനിലെ വിവാഹവേദിയും വിവാഹവും തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. ചരിത്രത്തിൽ ആദ്യമായി വേദിയാകാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെയാണ് ഫെബ്രുവരി 12-ന് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. രാഷ്ട്രപതി ഭവനിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന CRPF അസിസ്റ്റന്റ് പൂനം ഗുപ്തയാണ് വധു. പൂനം ഗുപ്ത അങ്ങനെ ചെറിയൊരു അസിസ്റ്റന്റ് CRPF ഉദ്യോഗസ്ഥയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പെൺപുലി എന്ന് വേണമെങ്കിൽ പറയാം. പൂനം ഗുപ്തയുടെ നേതൃത്വത്തിലാണ് 74ാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ CRPFന്റെ വനിതാ ബറ്റാലിയൻ പങ്കെടുത്തത്. പൂനത്തിന്റെ അർപ്പണ മനോഭാവവും പെരുമാറ്റവുമാണ് രാഷ്ട്രപതിയുടെ അസാധാരണ തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിൽ സേവനമനുഷ്ഠിക്കുന്ന CRPF ഓഫീസറായ അവനീഷ് കുമാറാണ് പൂനം ഗുപ്തയുടെ വരൻ. രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിൽ വിവാഹം നടക്കുമെന്നതാണ് റിപ്പോർട്ട്. അടുത്ത ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കൾക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ടാകും. എന്നാൽ വിവാഹ വാർത്ത രാഷ്ട്രപതി ഭവൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഗ്വാളിയോറിൽ ജിവാജി സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും B.Ed.ഉം പൂനം കരസ്ഥമാക്കിയിട്ടുണ്ട്. 2018-ൽ CRPF പരീക്ഷയിൽ 81ാം റാങ്ക് നേടിയാണ് സേനയുടെ ഭാഗമായത്. ബീഹാറിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലും പൂനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ജോലി ചെയ്യുന്ന CRPF അസിസ്റ്റന്റ് കമാൻഡർ അവനീഷ് കുമാറുമായുള്ള വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുക്കുക. ഗ്വാളിയാർ സ്വദേശിയാണ് പൂനം ഗുപ്ത. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ പൂനം ഗുപ്തയാണ് നയിച്ചത്. 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ വനിതാ സംഘത്തെ നയിച്ച CRPF അസിസ്റ്റന്റ് കമാൻഡർ പൂനം ഗുപ്ത എന്നത് അന്നേ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോഴത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ വിവരവും ഒക്കെ തന്നെ വാർത്തകളിൽ നിറയുകയാണ്. പൂനം ഗുപ്തയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ രീതികളും പെരുമാറ്റവും സേവനത്തിലുള്ള മികവും ഒക്കെ തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കൊണ്ട് ഈ അനുമതി അടക്കം നൽകാൻ ഇടയാക്കിയത്. ഫെബ്രുവരി 12-ന് അങ്ങനെ രാഷ്ട്രപതി ഭവൻ ഒരു അസാധാരണ ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനതയും അത് കാണാൻ തയ്യാറായിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതി ഭവനിൽ ഇത്തരത്തിൽ വിവാഹ ആഘോഷങ്ങൾ നടക്കുന്നത്. CRPF ഉദ്യോഗസ്ഥ എന്ന നിലയിൽ രാഷ്ട്രപതി ഭവനിൽ PSO ആയാണ് ഇപ്പോൾ ഇവർ പൂനം ജോലി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിൽ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. വിവാഹത്തിൽ പരിമിതമായ എണ്ണം ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന പ്രവേശനത്തിന് മുൻപ് അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ആരാണ് പൂനം ഗുപ്ത എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് CRPFലെ അസിസ്റ്റന്റ് കമാൻഡർ 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ മുഴുവൻ വനിതാ സംഘത്തെയും അവർ നയിച്ച മുൻനിര നായിക. ഈ ഉദ്യോഗസ്ഥയാണ് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയത്. 2018-ലാണ് UPSC പരീക്ഷ എഴുതി 81ാം റാങ്കോടുകൂടി വിജയം നേടിയത്. പൂനം ഗുപ്ത ഇൻസ്റ്റഗ്രാമിൽ വളരെ സജീവമാണ്. കൂടാതെ CRPF യൂണിഫോമിൽ നിരവധി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ പ്രശ്നങ്ങളിലും ശാക്തീകരണങ്ങളിലും അവർ അഭിനിവേശം ചെലുത്താറുണ്ട്. കൂടാതെ തന്റെ പോസ്റ്റുകളിലൂടെ വിദ്യാർത്ഥികളെ പലപ്പോഴും പ്രചോദിപ്പിക്കുകയും ചെയ്യും. തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വഴി താൻ നയിക്കുന്ന വിവിധ ഈ ക്യാമ്പയിനുകളെ കുറിച്ച് അവർ അവബോധം വളർത്തുകയും അവയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പതിവായി പോസ്റ്റ് ചെയ്യുകയും ചെയ്യും.